ഹായ് എവരിവൺ. അങ്ങനെ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് 1 കോടിയുടെ വീട് അനീഷിന് ഒരു സ്പോൺസർ കിട്ടി ദുബായിൽ നിന്നെന്ന് പറഞ്ഞിട്ട്. അത് ഫേക്കാണ്, കരഞ്ഞുകൊണ്ട് അനീഷ് പറയുന്നുണ്ട്. നമ്മൾ വിഷയത്തിലേക്ക് അടക്കാം. ആദ്യം ഒരു കാര്യം, ഈ ചെറ്റ ഇവൻ്റെ നമ്പർ ഞാൻ സൈഡിൽ വെച്ച് തരാം. ഇവൻ ആരെങ്കിലും നേരിൽ കാണുന്നുണ്ടെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണം. ഓക്കെ, ഇവൻ്റെ നമ്പറിൽ ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന തേർ നിങ്ങൾ വിളിച്ചോളൂ. അതിൻ്റെ പിന്നിൽ വരുന്ന എല്ലാ ഭവിഷ്യത്തും ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കാം. ഓക്കെ, അവൻ കേസിന് പോയാൽ ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഇവൻ ആർക്കെങ്കിലും നേരിൽ കിട്ടുകയാണെങ്കിൽ ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് ഞാൻ പറഞ്ഞത്. വിഷയം അതൊന്നുമല്ല മക്കളെ. ഇവൻ പറയുന്ന ആദ്യ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം. അതിനുശേഷം അനീഷ് പറയുന്ന വീഡിയോ ക്ലിപ്പ് കാണണം. അതിനുശേഷം ഇവന് 2 ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബിഗ് ബോസിലെ പിന്നെ അനുമോളാണെങ്കിൽ ജനങ്ങളെ മനസ്സിലും എന്റെ മനസ്സിലും ഇന്നത് അനീഷേട്ടനാണ്. അതുകൊണ്ട് തന്നെ പുള്ള വീട്ടിലേക്കുള്ള എല്ലാ ഓപ്പറേഷനും നമ്മുടെ മൈജർ ഓണറെ ഷാജിക്ക സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇത് പുള്ള നാട്ടിൽ വീട്ടിലേക്കല്ല, ദുബായിൽ ഞാൻ ഗിഫ്റ്റ് എടുക്കാൻ പോകുന്ന 10 വർഷത്തെ ഫ്രീ ഗോൾഡൻ സെറ്റുള്ള ഈ ഒരു വീട്ടില്. ബനീഷായിട്ട് കിട്ടാൻ പോകുന്ന ഒരു സാധാരണ വീടല്ല, ലോകത്തിലെ ആദ്യത്തെ ഐലൻഡ് തീമായ കമ്മ്യൂണിറ്റി അകത്തും അത് ലോകോത്തര അമ്യൂണിറ്റീസ് ഉള്ള ഒരു ക്ലോസ് ഗേറ്റ് കമ്മ്യൂണിറ്റി അകത്ത് ഞാൻ അനീഷയുടെ ഇൻവെസ്റ്റ്മെന്റ് പുള്ളിക്ക് ഏകദേശം എല്ലാ വർഷവും 60 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരുമാനമാക്കാനും പറ്റും. സോ അനീഷയുടെ കിട്ടുന്ന പോലത്തെ വീട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഗോൾഡൻസ് നിങ്ങളും കാത്തിക്കാണ്. എടാ നായേ, ഉളുപ്പുണ്ടോ നിനക്ക്? ഇവനെ നായിന്ന് തന്നെ ഞാൻ വിളിക്കുകയാണ്. പൊന്ന പ്രേക്ഷകരെ, ഇൻസ്റ്റഗ്രാമിൽ ഇവൻ അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് 1.5 മില്യൺ ആണ് വ്യൂസ് കിട്ടിയത്. അതിൻ്റെ താഴെ വന്ന കമൻറ്റ് 3000 ചില്ലറ കമൻറ്റാണ് വന്നത്. അതിന് ലൈക്ക് 60,000 ലൈക്കാണ് കിട്ടിയത്. അതുകൊണ്ട് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് നീ കൊടുക്കും. ഇവൻ പറയുന്നത് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഈ പരമച്ചെറ്റ പച്ചക്കളവാണ് പറഞ്ഞത്. ഈ പരമച്ചെറ്റക്ക് നിങ്ങൾക്ക് കഴിയുന്ന തെറി നിങ്ങൾ ഇടുക. അവൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പിന്നിൽ വരുന്ന എല്ലാ ഭവിഷ്യത്തും ഞാൻ ഒറ്റ കേട്ടെടുക്കുകയാണ്. ഇവനെ പോലുള്ളവർ നമ്മുടെ സമൂഹത്തിന് ഡേഞ്ചറാണ്. ഇതിനെക്കുറിച്ച് അനീഷ പറയുന്ന വാക്ക് നമുക്ക് ജസ്റ്റ് കേട്ട് നോക്കാം. അതിനുശേഷം ആ ചെറ്റക്ക് ഒന്നും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത. ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല. അതൊരു ഫേക്ക് ന്യൂസ് ആണ്. അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അതൊരു ഫേക്ക് ന്യൂസ് ആണ്. ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഓക്കെ. എനിക്ക് പറയാനുള്ളത്, അനീഷ് ചേട്ടാ ഇങ്ങനെ വിടാൻ പാടില്ല. ആ ചെറ്റക്കെതിരെ കേസ് കൊടുക്കണം. ആ പരമനാറി കാരണമാണ് ഞാൻ വീഡിയോ ഇട്ടത്. ആ പരമനാറി എത്ര കോൺഫിഡൻസിൽ പറഞ്ഞിട്ട് കൊടുക്കുന്നു? എന്തുകൊണ്ട് അവൻ കൊടുക്കുന്നില്ല? അവനെതിരെ നിയമ നടപടിക്ക് പോകണമെന്നാണ് അനീഷ് ചേട്ടനോട് ഞാൻ പറയുന്നത്. അനീഷ് ചേട്ടൻ ഇത്തിരി തിരക്കാണെങ്കിൽ ഞാൻ പോയിക്കോളാം, എനിക്ക് പ്രശ്നമില്ല. അനീഷ് ചേട്ടനൊരു സമ്മതം തന്നാൽ മതി. അവനെ പോലുള്ളവർ അതായത് ഇന്ത്യയിൽ ഡേഞ്ചറാണ്. അവൻ അവിടെ ദുബായിലിരുന്ന് ഞാൻ യൂട്യൂബ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടലേ, നിങ്ങൾക്ക് അറിയുള്ളൂ, ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അത്രയും പ്രഷറാണ്. അവനെ വിശ്വസിച്ച് ഞാനൊരു വീഡിയോ ഇട്ടു. സത്യം പറഞ്ഞാൽ 1.5 മില്യൺ അവൻ്റെ ആ വീഡിയോ. ഇപ്പോൾ എൻ്റെ വീഡിയോ ആകെ 150K ആണ്. 1.5 ലക്ഷം ആൾക്കാരാണ് കണ്ടത്. ആ ചങ്ങായിയുടെ വീഡിയോ ഇപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോൾ 1.5 മില്യൺ ആൾക്കാർ. ഇപ്പോൾ ഏകദേശം 3 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. 3-4 മില്യൺ. അപ്പോൾ അത് ഫേക്ക് ആയിട്ടുള്ള വാർത്തയല്ലേ പരമച്ചെറ്റ കൊടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, റിയാലിറ്റി അറിയണം. ഇവനെ ആരെങ്കിലും കണ്ണിൽ കാണുന്നുണ്ടെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് ഞാൻ പറയുകയാണ്. ഇവനെ പോലുള്ള തെണ്ടികൾ നമ്മുടെ നാടിനെ വേണ്ട എന്ന് ഞാൻ പറയുകയാണ്. സത്യം പറഞ്ഞാൽ അവൻ്റെ ഒരു അപ്പോൾ ഞാൻ പറഞ്ഞാൽ കൂടി പോകുന്നത് കൊണ്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.